ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇതാ നമ്മുടെ ബോട്ടണിയിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള അനാട്ടമി ഓഫ് എ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതായിരുന്നു? മോർഫോളജി ആണല്ലേ, ഒരു പ്ലാന്റിന്റെ മോർഫോളജി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പുറത്തെയുള്ള ഔട്ടർ ക്യാരക്ടേഴ്സുകളായിരുന്നു. അപ്പൊ നമുക്ക് അവരുടെ ഉള്ളിലുള്ള ക്യാരക്ടേഴ്സ് അഥവാ അവരുടെ അനാട്ടമി നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടിഷ്യൂ സിസ്റ്റം ആണ്. അതായത് നമുക്കറിയാം, ഏതൊരു ഓർഗാനിസം എടുത്താലും ദാറ്റ് ഓർഗാനിസംസ് ആർ എന്താണ് മെയ്ഡപ്പ് ഓഫ് എന്താണ് സെൽസുകൾ വെച്ചിട്ടാണല്ലേ ആ ഓർഗാനിസം ഉണ്ടാക്കിയിരിക്കുന്നത്. പലതരത്തിലുള്ള സെൽസുകൾ വെച്ച്. ഇപ്പൊ ഹ്യൂമൻസിന്റെ കേസിലാണെങ്കിലും പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിലും ദേ ആർ മെയ്ഡപ്പ് ഓഫ് എന്താണ് സെൽസ് വെച്ചിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെ? അപ്പോ ഈ സെൽസിന്റെ കൂട്ടം അല്ലെങ്കിൽ സെൽസിന്റെ ഒരു ഹോൾ ഫാമിലി പാക്ക് എന്നൊക്കെ വിളിക്കുന്ന ഒരാളാണ് ആര്? നമ്മുടെ ടിഷ്യൂ എന്ന് പറയുന്നത്, അല്ലെ? ഇങ്ങനെ കുറെ സെൽസുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ടിഷ്യൂ ഉണ്ടാവുന്നത്. അപ്പോ ഓർഗൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. സെൽസ് ആർ എന്താണ് കമ്പൈൻഡ്ലി ടുഗെദർ നോൺ ആസ് എന്ത് ടിഷ്യൂ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ഹ്യൂമൻസിൽ കാണപ്പെടുന്ന ടിഷ്യൂസുകൾ പോലെ ആയിരിക്കും ഉണ്ടാവുക? അല്ല, വളരെ വ്യത്യസ്തമാർന്ന ഒരു ടിഷ്യൂ സിസ്റ്റം ആയിരിക്കും അല്ലെ അവർക്കുണ്ടാവുക. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഇവരുടെ കേസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് ടിഷ്യൂ, ടിഷ്യൂവിന്റെ സ്ട്രക്ചർ, ടിഷ്യൂവിന്റെ ഫങ്ഷൻ, ഇത്രയുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ പ്ലാന്റ്സുകളിൽ നോക്കുവാണെങ്കിൽ എല്ലാ പ്ലാന്റ്സ് ആർ മെയ്ഡപ്പ് ഓഫ് എന്താണ് പലതരത്തിലുള്ള സെൽസുകൾ. അത് ഒരേ തരത്തില്, അതായത് ഒരുപോലത്തെ ഒരു കൂട്ടം സെൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കൂട്ടം സെൽസുകളുടെ മിക്സ്ചർ. അതൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോ their സ്ട്രക്ചറും ഫംഗ്ഷൻ എന്താണ് ഡിപ്പെൻഡിങ് അപ്പോൺ their ലൊക്കേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെ? their സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ their ലൊക്കേഷൻ, അല്ലെ? ഇപ്പൊ ഞാൻ പറയട്ടെ, നമുക്ക് കണ്ണുണ്ട്. കണ്ണ് എന്താ ചെയ്യുന്നേ? കണ്ണിന്റെ സെൽസുകൾ ചേർന്നിട്ട് ഒരു ഐ ഉണ്ടായിട്ടുണ്ട്, അല്ലെ? ഐ എന്താണ്? വിഷന് വേണ്ടിയിട്ടാണ്. അതേപോലെയാണ് നോസിന്റെ സെൽസുകൾ. നോസിന്റെ ഫംഗ്ഷൻ എന്താ? സ്മെല്ല് ചെയ്യാൻ, നമുക്ക് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്മെല്ല് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളാണ്, അല്ലെ? വിഷൻ എന്താണ്? കണ്ണ് വിഷന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പ്ലാന്റ്സുകളിലെ ഓരോ പാർട്സ് നമ്മൾ എടുത്തു നോക്കിയാലും, ഇപ്പൊ നമ്മൾ റൂട്ട് എടുത്തു നോക്കിയാലും റൂട്ടിന് ഒരു ഫംഗ്ഷൻ ആണ്. റൂട്ടിൽ കാണുന്ന സെൽസുകൾ ആയിരിക്കില്ല പൊക്കത്തേക്ക് പോകുമ്പോൾ നമ്മുടെ തണ്ടുകൾ അഥവാ സ്റ്റെംസുകൾക്ക്, അല്ലെ? അവർക്ക് വേറെ തന്നെ ഒരു ടൈപ്പ് ഓഫ് സെൽസും ടിഷ്യൂസും ആയിരിക്കും ഉണ്ടാവുക. ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? വാട്ടർ അബ്സോർപ്ഷൻ ആണ്. അപ്പൊ അവിടെ കട്ടിയുള്ള സെൽസുകൾ ആയിരിക്കുമോ സ്വാഭാവികമായിട്ട് ഉണ്ടാവുക? അല്ല, വളരെ ഒരു സെക്കൻഡ്. ഓക്കെ, വളരെ വളരെ പെർമിയബിൾ ആയിട്ടുള്ള, അതായത് അബ്സോർബ് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സെൽസുകൾ ആയിരിക്കും ഉണ്ടാവുക. അതേസമയം പൊക്കത്തോട്ട് പോകുന്തോറും നോക്കിക്കേ, ഈ സ്റ്റെംസ് ആണല്ലേ നമുക്ക് നമ്മുടെ ചെടികൾക്കൊക്കെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോ എന്താണ് ഇവിടെയുള്ള ഫംഗ്ഷൻ അല്ല ഇവർക്കുള്ള ഫംഗ്ഷൻ, അല്ലേ? ഇവര് സ്ട്രെങ്ത് അല്ലെങ്കിൽ സപ്പോർട്ട് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ക്യാരക്ടേഴ്സിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസും ടിഷ്യൂ സിസ്റ്റവും ആയിരിക്കും. ഇപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഒരു ചിക്കൻ കറി വെക്കണം, ചിക്കൻ ഇല്ലാതെ ചിക്കൻ കറി വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് പോലെ മെയിൻ ആയിട്ട് ഓരോ കാര്യങ്ങൾക്കും ഓരോ സെൽസിനും അവരുടേതായ ഫങ്ഷൻസുകളുണ്ട്. സോ ഓരോ ലൊക്കേഷൻ ബേസിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസുകളായിരിക്കും നമുക്ക് എവിടെ കാണാൻ പറ്റാം? പ്ലാന്റ്സിൽ കാണാൻ പറ്റാം. അപ്പോൾ അത്തരത്തിലുള്ള സിസ്റ്റമാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടിഷ്യൂ സിസ്റ്റം, വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. അതായത് പ്ലാന്റ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആളാരാണ്? വാസ്കുലർ ബണ്ടിൽസുകളാണ്. നമ്മളൊക്കെ ചെറിയ 10th നമ്മൾ അത്യാവശ്യം ഒരു ക്രിസ്പ് ആൻഡ് ഷോർട്ട് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ അത് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ടിഷ്യൂ സിസ്റ്റത്തിനെ പറ്റിയിട്ട് നമുക്കൊരു സമ്മപ്പ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. മെയിൻ ആയിട്ട് ഈ ടിഷ്യൂ സിസ്റ്റം 3ആയിട്ടാണ് നമുക്ക് ഡിവിഷൻ വരുന്നത്. എത്ര ടൈപ്പാ വരുന്നത്? ദർ ആർ 3 ടൈപ്സ് ഉണ്ട്. 3 ടൈപ്സ്, 3 ടൈപ്പുകൾ, അല്ലെ? ദ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഹ്യൂമൻസിന്റെ കവറിങ് എങ്ങനെയാടാ? സ്കിന്നാണല്ലേ. സ്കിന്ന് എന്ത് ടൈപ്പ് ടിഷ്യൂസ് ആണ്? സ്കിന്ന് എപ്പിഡെർമൽ ആണ്, അല്ലെ? അതുപോലത്തെ ആള് തന്നെയാണ് ആർക്കും ഉള്ളത്? നമ്മുടെ പ്ലാന്റ്സുകൾക്കും ഉള്ളത്. ദേ ഹാവിങ് എ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂ സിസ്റ്റം ഇൻ പ്ലാന്റ് ഏതാണ്? എപ്പിഡെർമൽ
ടിഷ്യൂ സിസ്റ്റം ആണ്. ഇനി നോക്കിക്കേ, രണ്ടാമത്തെ ആളാണ് ആര്? രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാല് എന്താണ്? എപ്പിഡെർമൽ എന്ന് പറയുമ്പോൾ ഏറ്റവും പുറമേയുള്ള ആള്, ഔട്ടർ അല്ലേ? അപ്പോ താഴെ, അതായത് നമ്മുടെ ടിഷ്യൂ, നമ്മുടെ പ്ലാന്റ്സുകളെ സംബന്ധിച്ച് പ്ലാന്റ്സുകളുടെ ഏറ്റവും എന്താണ്, പ്ലാന്റ്സുകൾക്ക് മെയിൻ ആയിട്ട് രണ്ട് ഭാഗങ്ങളാണല്ലേ വരുന്നത്. ഒന്ന് എന്താണ്? ഒന്ന് നമ്മുടെ റൂട്ട് സിസ്റ്റം, രണ്ട് നമ്മുടെ ഷൂട്ട് സിസ്റ്റം അല്ലെ? ഈ റൂട്ട് സിസ്റ്റം ഷൂട്ട് സിസ്റ്റത്തിന് ഇടയിലുള്ള ഒരാളില്ലേ, അയാൾ ആരാ? നമ്മള് മണ്ണില് അല്ലെങ്കിൽ ചട്ടിയില് അല്ലെങ്കിൽ നമ്മൾ എവിടെയും ചെടി നട്ടോട്ടെ, നമുക്ക് അവിടെ ഒരു ഗ്രൗണ്ട്, ഒരു ഫ്ലോർ വേണ്ടേ? അപ്പോ രണ്ടാമത്തെ ടൈപ്പ് ടിഷ്യൂ സിസ്റ്റം ഏതാണ്? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ജസ്റ്റ് ഓർത്തിരിക്കാൻ പറഞ്ഞതാണ്, അതായിട്ടൊരു ബന്ധമില്ല കേട്ടോ. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ഓക്കെ, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിനെ സംബന്ധിച്ച് ദേ ഹാവിങ് എ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് 3 ടൈപ്പ് ഓഫ് ടിഷ്യൂ സിസ്റ്റംസ് ആണ് ഉള്ളത്. ദ ഫസ്റ്റ് വൺ എന്താണ്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദി ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ആൻഡ് ദ തേർഡ് വൺ ആണ് പ്ലാന്റ്സുകൾക്ക് മാത്രം വരുന്ന ഒരു ടിഷ്യൂ സിസ്റ്റം ആണ് എന്ത്? വാസ്കുലാർ ബണ്ടിൽ ടിഷ്യൂ സിസ്റ്റം. എന്താണ്? അല്ലെങ്കിൽ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. ഓക്കെ, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. സിമ്പിൾ ആയിട്ട് ഓർക്കാനാണെങ്കിൽ വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഏറ്റവും പുറമെ ഒന്നും വേണ്ട, നമ്മുടെ മനുഷ്യന്മാർ ആർ മേഡപ്പ് ഓഫ് എന്താണ്? മനുഷ്യന്മാരുടെ പുറംഭാഗം എന്ത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്? എപ്പിഡെർമിസ് വെച്ച്. അപ്പൊ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ആണ് ആരുടെ ഫസ്റ്റ് ടൈപ്പ് ടിഷ്യൂ സിസ്റ്റം? നമ്മുടെ പ്ലാന്റ്സുകളുടെ. രണ്ടാമത്തെ ഏതാ? ചെടി നടണമെങ്കിൽ നമുക്കൊരു ഗ്രൗണ്ട് വേണം അല്ലെ? സോ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, പിന്നെ നമ്മുടെ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. ഇങ്ങനെ 3 ടിഷ്യൂ സിസ്റ്റംസ് ആണ് ആർക്കുള്ളത്? നമ്മുടെ പ്ലാന്റ്സിനുള്ളത്. ഓക്കെ, ഈ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിനെ നമ്മൾ വേറൊരു പേരും വിളിക്കും കണ്ടക്റ്റിംഗ് ടിഷ്യൂ സിസ്റ്റം. കണ്ടക്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? കണ്ടക്റ്റിംഗ് ടിഷ്യൂ സിസ്റ്റം. എന്താണ് കണ്ടക്റ്റിംഗ് എന്ന് വെച്ചാൽ? നമ്മൾ ഈ ബസ് കണ്ടക്ടേഴ്സ് കളിക്കില്ലേ, അവരെന്താ ആക്ച്വലി ചെയ്യുന്നേ? അവർ നമ്മളെ ലീഡ് ചെയ്യുവാളെ. അവർ ആദ്യമേ നമ്മളോട് എന്ത് പറയും? ടിക്കറ്റ് എടുത്തോ എന്നൊക്കെ നമ്മളോട് അന്വേഷിക്കും അല്ലെ? ടിക്കറ്റ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ അവര് നമ്മളോട് പറയും എന്താണ്? ദേവർ കണ്ടക്ടർ. അവര് എന്താണ്, നമുക്ക് ഒരു റൂട്ടിൽ നിന്നും വേറെ റൂട്ടിലേക്ക് നമ്മളെ സുരക്ഷിതരായ ഡ്രൈവറും ഉണ്ട്. ബട്ട് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ടിക്കറ്റ് ഒക്കെ കളക്ട് ചെയ്ത് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ബാലൻസ് ഒക്കെ തിരിച്ചു തരുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, വെള്ളവും ഭക്ഷണമൊക്കെ എത്തുന്നു. തിരിച്ച് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഈ കണ്ടക്ടറിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ എന്താണ്? വാസ്കുലർ ബണ്ടിൽസുകൾ എന്താ ചെയ്യുന്നേ? അവര് നമുക്ക് ഫുഡും, അതായത് പ്ലാന്റ്സുകൾക്ക് ഫുഡും വാട്ടറും ട്രാൻസ്പോർട്ട് ചെയ്യാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്ന? ഓക്സിജൻ ഫോമിൽ നമുക്ക് തരുന്നു. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ഒക്കെ അവരിലേക്ക് വലിച്ചെടുക്കുന്നു. ഓക്കെ, അതുകൊണ്ടിട്ടാണ് എന്ത്? വാസ്കുലർ ടിഷ്യൂവിനെ നമ്മൾ കണ്ടക്റ്റിംഗ് ടിഷ്യൂ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ടിഷ്യൂ സിസ്റ്റം ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ആളാണ് ആര്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. എന്താണ്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏറ്റവും എന്താണ്? ഏറ്റവും പുറംഭാഗം കാണുന്നേ കണ്ടോ? ദ ഔട്ടർ മോസ്റ്റ് കവറിങ്. ഏതൊരു ചെടി എടുത്താലും ഇപ്പൊ ഈ ഒരു ചെടീന്റെ തണ്ട്, ഈ ഒരു ചെടീന്റെ ഈ ഔട്ടർ മോസ്റ്റ് കവറിങ് ഇല്ലേ, ആ കവറിങ് ഈസ് മേഡപ്പ് ഓഫ് എന്താണ്? എപ്പിഡെർമിസ് വെച്ച്, അല്ലെങ്കിൽ എപ്പിഡെർമൽ ടിഷ്യൂ ആണ് അവർക്കുള്ളത്. എപ്പിഡെർമൽ ടിഷ്യൂ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ പ്ലാന്റുകളുടെ ഏത് പാർട്ടിന്റെ തൊൽഭാഗം അല്ലെങ്കിൽ പുറം ഭാഗം നോക്കിയാൽ എന്താണ്? ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് എപ്പിഡെർമൽ ടിഷ്യൂ. ഓക്കെ, ഇനി ഈ എപ്പിഡെർമൽ സെൽസുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അതായത് സ്റ്റൊമാറ്റ, ട്രൈക്കോംസ്, ഹെയേഴ്സുകൾ, ഇവരെല്ലാവരും എപ്പിഡെർമൽ മെയ്ഡ്സ് ആണ്. എപ്പിഡെർമൽ സെൽസുകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരാണ് ആര്? നമ്മുടെ സ്റ്റൊമാറ്റ, ട്രൈക്കോംസ്, ഹെയേഴ്സ് ഒക്കെ ആരുടെ? നമ്മുടെ പ്ലാന്റിന്റെ. അപ്പൊ നോക്കിക്കേ, ഈ പറയുന്ന സ്റ്റൊമാറ്റ, അപ്പൊ മരം മനസ്സിലായല്ലോ നിങ്ങക്ക്? ഐ മീൻ ഇവരുടെ പുറംഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നോക്കിക്കേ, ഈ എപ്പിഡെർമൽ സെൽസുകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആദ്യത്തെ ആളാണല്ലേ ആര്? സ്റ്റൊമാറ്റ. ദോ ഇങ്ങനെ ഇരിക്കും അല്ലെ? ഇങ്ങനെ ഇരിക്കും അല്ലെ? ഇവര് രാത്രി സമയങ്ങളിലാണെങ്കിൽ ഇവരെന്താ? ക്ലോസ്ഡ് ആയിരിക്കും. രാവിലെ സമയങ്ങളാവുമ്പോൾ ഇവര് നമ്മുടെ എന്താണ്? സൂര്യനെ കാണുമ്പോൾ ഇവർ എന്ത് ചെയ്യും?
ഇങ്ങനെ ഓപ്പൺഡ് സിസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും അല്ലെ. അപ്പൊ ഈ സ്റ്റൊമാറ്റയും എന്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നേ? ഇവരുടെ സെൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എങ്ങനെയാടാ? എപ്പിഡെർമിസ് വെച്ചിട്ടാണ് ഇവരുടെ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് എപ്പിഡെർമിസ്. ഓക്കെ, കണ്ടോ? ഇങ്ങനെ നല്ല കണക്റ്റഡ് ആയിട്ട് നല്ല ബലത്തില് ഇങ്ങനെ ഒരു ഔട്ടർ കവറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ സ്റ്റൊമാറ്റ ഇരിക്കുന്നത്. സ്റ്റൊമാറ്റ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എപ്പിഡെർമൽ സെൽസ്. ഓക്കെ, പിന്നെ അടുത്ത ആളാണ് ആര്? ട്രൈക്കോംസ് എന്ന് വിളിക്കും അല്ലെ. ട്രൈക്കോംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ട്രൈക്കോംസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഓക്കെ, ട്രൈക്കോംസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ചെടികളിന്റെ ബ്രാഞ്ചസുകളില് ചില ചെടികളുടെ ബ്രാഞ്ചസില് ഇങ്ങനെ എന്താണ് കുഞ്ഞു കുഞ്ഞു മുള്ളുകൾ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ റോസാ ചെടി, അതുപോലെ തന്നെ തക്കാളിയിലൊക്കെ ശരിക്കും സൂക്ഷിച്ചു നോക്കിയാൽ ചെറിയ മൂർപ്പിച്ചുള്ള ആൾക്കാരുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ ബൊഗെയിൻ വില്ലിയില്ലേ, കടലാസ് പൂവ്, ഇവരിലേക്ക് ആര് കാണുന്നുണ്ട്? നമ്മുടെ ഈ ട്രൈക്കോംസുകൾ കാണുന്നുണ്ട്. ട്രൈക്കോംസ്. ഈ ട്രൈക്കോംസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഹെർബിവോറസ് ആയിട്ടുള്ള നമ്മുടെ ആനിമൽസുകള്, നമ്മുടെ ചില ചെടികൾ തിന്നാൻ ആര് വരും? പശുവൊക്കെ വരും അല്ലെ. ഇപ്പൊ എന്റെയൊക്കെ വീടിന്റെയൊക്കെ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ മിക്കപ്പോഴും എന്റെയൊക്കെ വീട്ടിലെ ജനലല്ല, ഗേറ്റ് തുറന്നിട്ടേക്കണായിരിക്കെ. അപ്പൊ എന്ത് പറ്റും? ഈ അപ്പുറത്തെ കുറച്ചും അങ്ങോട്ട് മാറിയിട്ടുള്ള ഒരു വീട്ടുകാരുടെ പശുക്കളൊക്കെ എന്ത് ചെയ്യും? അവരങ്ങ് അഴിച്ചുവിടും. അവർ പറമ്പിൽ പോയി പുല്ലൊക്കെ തിന്ന് സന്ധ്യ ചെയ്യുമ്പോൾ പുള്ളിക്കാരെയും ഹസ്ബൻഡൊക്കെ വിളിച്ചുകൊണ്ട് വരും. അതാണ് പതിവ്. പക്ഷേ ഇടയ്ക്ക് ഇവർ നേരെ നമ്മുടെ വീട്ടിലോട്ട് കയറും. നേരെ വീട്ടിലോട്ട് കയറിയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ചെടികളൊക്കെ തിന്നണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നൊക്കെ എപ്പോഴും വന്ന് തിന്നിട്ട് പോകും. അപ്പോൾ അത്തരത്തിലുള്ള ഹെർബിവോറസ് അറ്റാക്കുകളിൽ നിന്നും പ്ലാന്റ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സുകളുടെ ഒരു ഡിഫെൻഡിങ് ഒരു സംഭവമാണ് എന്ത്? ട്രൈക്കോംസുകൾ എന്ന് വിളിക്കുന്നത്. ഇത് നമുക്ക് ഏതൊക്കെ ചെടികളിൽ കാണാൻ പറ്റും? റോസാ ചെടിയിൽ കാണാൻ പറ്റും, അതുപോലെ ബൊഗെയിൻ വില്ലയിൽ കാണാൻ പറ്റും, കടലാസ് പൂവില്ലേ, കടലാസ് പൂ ചെടിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരാണ് ആര്? ട്രൈക്കോംസ്. ഈ ട്രൈക്കോംസുകളും എന്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? ട്രൈക്കോംസ് ആർ ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ആണ് ട്രൈക്കോംസുകൾക്കും ഉള്ളത്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വലുതാക്കി വരച്ചു എന്നേ ഉള്ളൂ കാണിക്കാൻ വേണ്ടി. ഓക്കെ, പിന്നെ അടുത്ത ആളാണ് അല്ലേ ആര്? ഹെയർസുകൾ. നമ്മുടെ പ്ലാന്റ്സുകളിലുള്ള റൂട്ട് ഹെയർസുകൾ. ഇപ്പോ നമുക്കറിയാം, നമുക്കൊരു മാറ്റാം, നീ ഇവിടെ ഇരിക്കൂ. ഓക്കെ, നമുക്കറിയാം നമ്മളുടെ ചെടീന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരാളാണ് അല്ലെ ആര്? റൂട്ടാണ് അല്ലെ നമ്മുടെ ഷൂട്ട് സിസ്റ്റത്തിനൊക്കെ പിടിച്ച് നിലനിർത്തി സംരക്ഷണം. ഒന്നാമത്തെ കാര്യം എന്താണ്? മെയിൻ ആയിട്ട് മണ്ണിൽ നിന്നുമുള്ള അബ്സോർപ്ഷൻ, ന്യൂട്രിയൻസുകളുടെ അബ്സോർപ്ഷനും ഇവർക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരെ പുറത്തേക്ക് അയക്കുന്നതുമാണ് എന്ത്? റൂട്ടിന്റെ ഡ്യൂട്ടി. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ റൂട്ടിന്റെ പലതരം റീജിയൻസുകളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. അപ്പോ ആ റീജിയൻസിൽ കണ്ട ഒരു മെച്ചുറേഷൻസ് റീജിയനിൽ നിന്ന് വരുന്ന ഒരാളെ നമ്മൾ പഠിച്ചില്ലായിരുന്നു. ആരാണ്? നമ്മുടെ റൂട്ട് ഹെയർസുകൾ. ഈ റൂട്ട് ഹെയർസുകളും എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ദേ ആർ ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് എപ്പിഡെർമൽ ടിഷ്യൂസ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടിട്ടാണ് ഇവരെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കാരണം നമുക്കറിയാം ഒരു റൂട്ടിനെ സംബന്ധിച്ച് ഈസി അബ്സോർപ്ഷൻ ആയിരിക്കണോ അല്ലെ, ന്യൂട്രിയൻസ് ആണെങ്കിലും വെള്ളം ആണെങ്കിലും. പക്ഷേ അവിടെ അപ്പോഴും ആരുണ്ടാവും? ഈ നമ്മൾ കണ്ടിട്ടില്ലേ റൂട്ട്സിലൊക്കെ പൂപ്പൽ അല്ലെങ്കിൽ റൂട്ട്സിന് അസുഖമൊക്കെ പിടിക്കുന്ന കണ്ടീഷൻ. അപ്പോൾ ഒരു പരിധി വരെ റൂട്ട്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആളാണ് ആര്? എപ്പിഡെർമൽ ടിഷ്യൂസ്. അപ്പൊ ഒരു പരിധി വരെ അതിലേക്ക് ഈ റൂട്ട് ഹെയർസ് നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി വരയ്ക്കാം. വേണ്ട, എല്ലായിടും കൂടെ കൺഫ്യൂഷൻ ആവും അല്ലെ നിങ്ങൾക്ക്. ഓക്കെ, ഈ റൂട്ട് ഹെയർസ് അതുണ്ടോ? റൂട്ട് ഹെയർസ് കാണുന്നുണ്ടെങ്കിലും അതിന് ഇച്ചിരി വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. സോ അപ്പൊ ഇവരും എന്താണ്? ഈ എപ്പിഡെർമിസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അവരുടെ പ്രധാന ഫംഗ്ഷൻ എന്താണ്? ഔട്ടർ മോസ്റ്റ് കവറിങ് ആയതുകൊണ്ട് തന്നെ ദെയർ മേജർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എന്താണ്? അവർക്കൊരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാണ്. പ്രൊട്ടക്ഷൻ അല്ലെ, പ്രൊട്ടക്ഷൻ അല്ലേടാ പ്രൊവൈഡ് ചെയ്യുന്നേ? പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സെല്ലുകളായ എപ്പിഡെർമൽ സെൽസുകൾ എവിടെയൊക്കെ കാണുന്നുണ്ട്? ഏറ്റവും മെയിൻ ആയിട്ട് സ്റ്റൊമാറ്റയിൽ കാണുന്നുണ്ട്. സ്റ്റൊമാറ്റ എന്തിനെ സഹായിക്കുന്നേ? സ്റ്റൊമാറ്റ മെയിൻ ആയിട്ട് നമ്മുടെ ഫോട്ടോസിന്തസിസ് അല്ലെ, അതായത് നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്ന ആളാണ് അല്ലെ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. പിന്നെ ട്രൈക്കോംസ് എന്താണ്?
ഹെർബിവോറസുകളായിട്ടുള്ള ആനിമൽസുകളിൽ നിന്നും പ്ലാന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് അവരുടെ ഫംഗ്ഷൻ. പിന്നെ ഹെയർസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ റൂട്ട്സിലുള്ള ഹെയറുകൾ മെച്ചുറേഷൻ റീജിയനിൽ നിന്നും ഡെവലപ്ഡ് ആവുന്ന റൂട്ട്സുകളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റൂട്ട്സുകളിൽ കാണപ്പെടുന്നതും ഈ പറയുന്ന എപ്പിഡെർമൽ സെൽസുകളാണ്. ഓക്കെ, ഇനി നോക്കിക്കേ ഇവരുടെ ഈ പറയുന്ന നമ്മുടെ എപ്പിഡെർമൽ സെൽസുകൾ അല്ലെങ്കിൽ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ദേ ആർ ഇലോങ്ങേറ്റഡ് ആയിട്ട് കോമ്പാക്ട്ലി പാക്ക്. കണ്ടോ, ഇങ്ങനെ ഇലോങ്ങേറ്റഡ് ആയിട്ട് നല്ല കോമ്പാക്ട്ലി ഇങ്ങനെ പാക്ഡ് ആയിട്ടുള്ള സെൽസുകളാണ് ആര്? എപ്പിഡെർമൽ ടിഷ്യൂസുകൾ. ഈ സെൽസുകൾക്ക് ഒരു കണ്ടിന്യൂസ് ലെയേർഡ് ആയിരിക്കും. അതായത് ഇത് ഇങ്ങനെ കണ്ടിന്യൂഡ് ആയിട്ട് ഇങ്ങനെ എന്താ ലൈക്ക് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ലെയേർഡ് ഫോമിലായിരിക്കും ആര് കാണപ്പെടുന്നത്? നമ്മുടെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം കാണുന്നത്. ആൻഡ് ഓൾസോ അവർ മേഡപ്പ് ഓഫ് പാരൻഗൈമ, സ്മോൾ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം, ലാർജ് വാക്യൂൾ ഒക്കെ ആയിരിക്കും ആർക്ക് ഉണ്ടാവുക? നമ്മുടെ എപ്പിഡെർമിസിന് ഉണ്ടാവുക. നിങ്ങൾക്ക് അറിയാം ഒരു പാരൻഗൈമ എന്ന് പറഞ്ഞാല് അവിടെ പാരൻഗൈമ നിങ്ങൾക്ക് അറിയാം അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൽസുകൾ അല്ലെ പാരൻഗൈമ സെൽസുകൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ, പഠിച്ചിട്ടുണ്ടല്ലോ ഇവരെ. ഇങ്ങനെ ഒരുപോലെ ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടിരിക്കുന്ന സെല്ലുകളാണല്ലേ പാരൻഗൈമ. സോ ദേ ആർ മേഡപ്പ് ഓഫ് പാരൻഗൈമയാണ്. സ്മോൾ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം ആരിൽ കാണുന്നുണ്ട്? നമ്മുടെ ട്രൈക്കോൺസിലും സ്റ്റൊമാറ്റയിലും അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് ഹെയർസിലേക്ക് കാണുന്ന എപ്പിഡെർമൽ ടിഷ്യൂസിൽ ആരുണ്ട്? ഒരു സ്മോൾ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം നിങ്ങൾക്ക് കാണാം. ഒരു വലിയ വാക്യൂളും കാണാം. വാക്യൂൾ എന്തിനു വേണ്ടിയിട്ടാടാ? ആവശ്യമില്ലാത്ത ഫുഡ് പാർട്ടിക്കിൾസും മറ്റ് വേസ്റ്റുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലേ ഏത്? നമ്മുടെ വാക്യൂൾ എന്ന് പറയുന്നത്. വാക്യൂൾ ഈസ് എന്താണ് ഏരിയ അല്ലെങ്കിൽ ഒരു സെൽ ഓർഗനൽ ആണ്. സെൽ ഓർഗനൽ അവരെന്താ ചെയ്യുന്നത്? വേസ്റ്റ് പാർട്ടിക്കിൾസുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു റിസർവ്ഡ് ഏരിയ ആണല്ലേ ആര്? വാക്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം പ്രകാരം ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ്. എന്താണ് അത്? ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു കവറിംഗ് ആണ്. ഔട്ടർ മോസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കവറിംഗ് ആണ്. ദേ ആർ മേഡ് അപ്പ് ഓഫ് എപ്പിഡെർമൽ സെൽസുകളാണ്. എപ്പിഡെർമൽ സെൽസുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റംസുകൾ കാണിക്കുന്ന കുറച്ച് പ്ലാൻ പാർട്ടുകളാണ് ആര്? നമ്മുടെ സ്റ്റൊമാറ്റ, ട്രൈക്കോംസ് ആൻഡ് ഓൾസോ റൂട്ട് ഹെയർസുകൾ എന്ന് പറയുന്നത്. ഈ സെൽസുകളെ സംബന്ധിച്ച് ദേ ആർ എങ്ങനെയാണ്? ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള നല്ല നീളത്തിലുള്ള കോമ്പാക്ട്ലി ഇങ്ങനെ പാക്ഡ് ആയിട്ടിരിക്കുന്ന കണ്ടിന്യൂസ് ലെയേർഡ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എന്താ കാണപ്പെടുന്ന സെൽസുകളാണ്. ആൻഡ് ഓൾസോ ദേ ആർ മേഡ് അപ്പ് ഓഫ് പാരൻകൈമ സെൽസുകളാണ്. അതായത് എന്താ, വളരെ സിമ്പിൾ ആയിട്ട് അത്ര കട്ടിയൊന്നും ഇല്ലാത്ത ടൈപ്പ് സെൽസുകളാണ്. ആൻഡ് ദേ ഹാവ് എ സ്മോൾ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം. അവരുടെ ബോഡിയിലുള്ളത് എങ്ങനെയായിരിക്കും? അവരുടെ ടിഷ്യൂ സിസ്റ്റത്തിലുള്ളത് എങ്ങനെയായിരിക്കും? വളരെ എന്താണ്, സ്മോൾ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം മാത്രമേ കാണത്തുള്ളൂ. സൈറ്റോപ്ലാസം വളരെ ലോ എമൗണ്ട് ആയിരിക്കും. ആൻഡ് ദർ വിൽ ബി എ ബിഗ് വാക്യൂൾ. ഒരു വലിയൊരു വാക്യൂളും അവരുടെ ഇടയിൽ ഉണ്ടാകും. ഓക്കെ, ഇത്രയുമാണ് എന്ത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെ പ്രത്യേകതകൾ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചേട്ടൻ നോക്കാം. അദ്ദേഹമാണ് ആര്? ഓക്കെ, ഇനി ഈ ഒരു നമ്മുടെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തില് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ അവരെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കിക്കേ, എപ്പിഡെർമിസിന്റെ ഔട്ട്സൈഡ് പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യൂട്ടിക്കിൾ. വളരെ ക്യൂട്ടായിട്ടൊക്കെ തോന്നും, പക്ഷെ ഇവര് ചെറിയ ആൾക്കാരൊന്നുമല്ല. ദേ ആർ വെരി ബിഗ് സംഭവം. ഓക്കെ, നോക്കിക്കേടാ, ദേ ആർ ദ ഔട്ട്സൈഡ് ഓഫ് എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന നമ്മുടെ എപ്പിഡെർമിസിന്റെ പുറത്തേം കാണുന്ന, അതായത് നമ്മുടെ പ്ലാന്റ്സുകളുടെ ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആണല്ലോ എപ്പിഡെർമിസ്. അവരുടെയും പുറകിൽ കാണപ്പെടുന്ന ഔട്ട്സൈഡ് ആളാണ് ആര്? നമ്മുടെ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. ദേ ആർ കവേർഡ് വിത്ത് എ വാക്സി തിക്ക് ലെയർ. വാക്സി ആയിട്ടുള്ള നല്ല മെഴുക് പോലെ ഇരിക്കുന്ന നല്ല തിക്ക് ആയിട്ടുള്ള ഒരു ലെയർ ആണ് ആര്? ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. അതാ പറഞ്ഞേ, ക്യൂട്ടിക്കിൾ ആണെങ്കിൽ അത്ര ക്യൂട്ട് ആയിട്ടുള്ള സ്വഭാവം ഒന്നല്ല അവർക്കുള്ള. പക്ഷേ ദേ ആർ എ വെരി ഗുഡ് ഹെൽപ്പേഴ്സ് ഫോർ ദി പ്ലാന്റ്സ്. പ്ലാന്റ്സിന് വളരെയധികം ഉപകാരികളാണ്. കാരണം എന്താ? ദേ ഹെൽപ്സ് ടു റിഡ്യൂസ് ദ വാട്ടർ ലോസ്. വാട്ടർ ലോസ് കുറയ്ക്കാൻ സഹായിക്കും. അതെങ്ങനെയാണ്? ഇവര് നമ്മുടെ എപ്പിഡെർമിസിന്റെ പുറത്താണ് കാണുന്നത്. ഇപ്പൊ നോക്കിക്കേ നിങ്ങള്, ഇത് നമ്മുടെ പ്ലാന്റിന്റെ സ്റ്റെം ആണെന്ന് വിചാരിക്കുക. അതിന്റെ പുറമെ ചേർന്ന് കാണുന്ന
ഒരു വാക്സി തിക്ക് ലെയർ ആണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഈ വാക്സിനെ സംബന്ധിച്ച് എന്താടാ, അവര് വെള്ളവും കൂടെ അങ്ങോട്ട് ഒരുമിക്കോ? ഇല്ല. അപ്പൊ ഈ തിക്ക് പോർഷൻ ആകുമ്പോൾ ട്രാൻസ്പിറേഷൻ പോലത്തെയുള്ള പ്ലാന്റ്സുകളുടെ മെക്കാനിസത്തിൽ നിന്നും എന്ത് വരുന്നുണ്ട്, വെള്ളം പുറത്തോട്ട് ഊസ് ഔട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുന്നുണ്ട് അല്ലെ. അത്തരത്തിലുള്ള എക്സ്ട്രാ ആയിട്ടുള്ള, അതായത് ട്രാൻസ്പിറേഷനിലൂടെ വെള്ളം പോകും, എന്നാലും ഒരു പരിധി വരെ വാട്ടർ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സഹായിക്കുന്ന ഒരാളാണ് ആര്, നമ്മുടെ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ആള്. ഓക്കെ, ഇനി നോക്കിക്കേ സ്റ്റൊമാറ്റോന്റെ കേസ് നോക്കിക്കേ. ദേ ആർ കമ്പോസ്ഡ് ഓഫ് ഗാർഡ് സെൽസ് അല്ലെ. ഇങ്ങനെ ഇരിക്കുന്ന രണ്ടാൾക്കാർ മെയ്ഡഡ് ആണ് ആര്, നമ്മുടെ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ദേ ആർ ബീൻ ഷേപ്ഡ് ആണ് അല്ലെ. നല്ല ബീൻസ് പോലെ ഇങ്ങനെ ഇവിടെ ഇച്ചിരി വളവുണ്ടാവും. ഇതിപ്പോ ക്ലോസ്ഡ് ആണ്, ഇപ്പൊ ഞാൻ വരച്ചപ്പോ അത് ഓപ്പൺഡ് സ്റ്റൊമാറ്റ ആയ അല്ലെ. ഇവർ ഒരു ഡംബൽ ഷേപ്ഡ് ആണ്. ഇവർക്കൊരു പോറുണ്ട്. ഈ പോറിലൂടെയാണ് അവരെന്ത് നടത്തുന്നത്, നമ്മുടെ ട്രാൻസ്പിറേഷനും അതുപോലെ തന്നെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചുകൾ, നമ്മുടെ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എടുക്കലും വിടലൊക്കെ എവിടെയാണ്, നമ്മുടെ സ്റ്റൊമാറ്റയുടെ ഈ പോറിൽ കൂടെയാണ്, സ്റ്റൊമാറ്റൽ പോറ് വഴിയാണ് ഇതൊക്കെ നടത്തുന്നത്. പിന്നെ എന്താണ് നമ്മുടെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ നമുക്ക് പറയാനുള്ളത്, സബ്സിഡറി സെൽസ്. എന്താണ് സബ്സിഡറി സെൽസ്? ഇവരെ സംബന്ധിച്ച് ദേ ആർ ഇൻ എ സ്പെഷ്യലൈസ്ഡ് ഷേപ്പ് ആൻഡ് സൈസ്. ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, അവരൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൈസിലും എന്താണ് ഷേപ്പിലൊക്കെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഈ ഇനി അടുത്തൊരാളാണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റേഴ്സുകൾ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം അപ്പാരറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, സംതിങ് വിച്ച് ഈസ് എന്താ, കുറെ സാധനങ്ങൾ ചേരുമ്പോഴാണ് അല്ലെ ഒരു അപ്പാരറ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ സ്റ്റൊമാറ്റൽ അപ്പേർച്ചറും ഗോഡ് സെല്ലും സബ്സിഡറി സെല്ലും, ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത സബ്സിഡറി സെല്ല്, ഗോഡ് സെല്ല്, അതുപോലെ സ്റ്റൊമാറ്റൽ അപ്പേർച്ചർ ആണ്, അപ്പേർച്ചേഴ്സ് ഒക്കെ കൂടി ചേരുമ്പോഴാണ് ആരുണ്ടാകുന്നത്, സ്റ്റൊമാറ്റൽ അപ്പാരറ്റർ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റൊമാറ്റൽ അപ്പാരറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റൊമാറ്റൽ അപ്പാരച്ചർ, ഗാർഡ് സെൽസ് ആൻഡ് സബ്സിഡറി സെൽസ്. ഓക്കെ, ഇനി നോക്കാം നമുക്ക് അടുത്തത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത വേറെ രണ്ട് ആൾക്കാർ കൂടെ ഉണ്ട് അല്ലെ. ആരൊക്കെയാണ് ഇത്, നമ്മുടെ റൂട്ട് ഹെയറും അതുപോലെ തന്നെ നമ്മുടെ റൂട്ട് ഹെയറും ട്രൈകോംസും ആണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. റൂട്ട് ഹെയറിന്റെ കേസിലാണെങ്കിൽ നമുക്ക് റൂട്ട് ഹെയറെ പറ്റിയിട്ട് എന്തൊക്കെ അറിയാം. ഒന്നാമത്തത് അവരെന്താ ചെയ്യുന്നേ, വാട്ടർ ആൻഡ് മിനറൽ അബ്സോർപ്ഷൻ. ഇറ്റ്സ് സിമ്പിൾ, അതിന് തന്നെ നമുക്ക് എന്താ കിട്ടി, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ്, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള എപ്പിഡെർമൽ സെൽസ് വെച്ചിട്ടാണ് ആരുണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ റൂട്ട് ഹെയർസുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് യൂണിസെല്ലുലാർ, ഒരൊറ്റ സെല്ലുലാർ ഓർഗനൈസേഷൻ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള എപ്പിഡെർമൽ സെൽസുകൾ വെച്ചിട്ടാണ് റൂട്ട് ഹെയർസ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് റിയലി ഈസി ഫോർ ദം ഫോർ എന്തിന്, നമ്മുടെ വാട്ടർ ആൻഡ് മിനറൽ അബ്സോർപ്ഷന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത ആളാണ് ആര്, നമ്മുടെ ട്രൈകോംസുകൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാര് അവരെന്താ ചെയ്യുന്നത്, അവര് എപ്പിഡെർമൽ ഹെയർസ് ഇൻ ദ സ്റ്റെം, നമ്മുടെ സ്റ്റെംസുകളില് അത്ര മൂർച്ചയില്ലാത്ത ടൈപ്പ് എന്താണ്, കുഞ്ഞു കുഞ്ഞു മുള്ളുകൾ പോലെ ഇങ്ങനെ, നിങ്ങൾ ഈ തക്കാളിയിലേക്ക് ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മുള്ളുകൾ പോലെ ഇങ്ങനെ നീണ്ടിരിക്കുന്ന ഒരാളെ കാണും. അയാളാണ് ആര്, ഈ പറയുന്ന ട്രൈകോംസുകൾ എന്ന് പറയുന്നത്. ദേ ആർ ബ്രാഞ്ചഡോ അൺബ്രാഞ്ചഡോ ആയിരിക്കും ട്രൈകോംസുകൾ. സോഫ്റ്റ് ആൻഡ് സ്റ്റിഫ് ആയിരിക്കും. ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് സെക്രീഷൻ ആണ്. സെക്രീറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഇവരുടെ ഡ്യൂട്ടി. എന്താ സെക്രീറ്റ് ചെയ്യുന്നത്, ദേ വിൽ ഹെൽപ് ടു പ്രിവെന്റ് ദി വാട്ടർ ലോസ്. വാട്ടർ ലോസിന്, അതായത് വാട്ടറിനെ ഹോൾഡ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ആര്, ട്രൈകോംസുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു കുറച്ചും ചില ചെടികളിൽ അത് ഇത്തിരി മൂർച്ചയുള്ളതായിരിക്കും. അപ്പോഴാണ് എന്ത് പറ്റുന്നത്, നമ്മുടെ ഹെർബിവോറസ് ആയിട്ടുള്ള ആനിമൽസുകൾക്ക് ഇതിൽ നിന്നും അല്ലെങ്കിൽ അവരിൽ നിന്നും പ്ലാന്റ്സിന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ട്രൈകോംസുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ദേ ആർ ദ എപ്പിഡെർമൽ ഹെയർസ് ഇൻ ദ സ്റ്റെം. ബ്രാഞ്ചഡ് ഓർ അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള ഇവരായിരിക്കാം ട്രൈകോംസുകള്. മൾട്ടി സെല്ലുലാർ ആണ്, ഇവര് യൂണി ആയിരുന്നു, ഇവര് മൾട്ടി സെല്ലുലാർ ആണ്. ആൻഡ് ഓൾസോ അവരെങ്ങനെയായിരിക്കും, സോഫ്റ്റ് ആൻഡ് സ്റ്റിഫ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പിന്നെ എന്താണ് ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സെക്രീറ്ററി ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. ആൻഡ് ഓൾസോ ദേ വർ ട്രൈയിങ് ടു എന്താ ചെയ്യുന്നേ, നമ്മുടെ വാട്ടർ ലോസ് റിഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. വെള്ളം ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ, പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ മെക്കാനിസത്തിലൂടെ പ്ലാന്റിൽ നിന്ന് എക്സസ് ആയിട്ട് വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ആദ്യത്തെ ടൈപ്പ് ആയിട്ടുള്ള
എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. നോക്കിക്കേ, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഓഫ് എ പ്ലാന്റ് ആണ്. അത് മെയ്ഡ് അപ്പ് ഓഫ് എപ്പിഡെർമൽ സെൽസുകളാണ്. ടിഷ്യൂസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. അപ്പൊ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുമ്പോൾ എപ്പിഡെർമൽ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ സ്റ്റൊമാറ്റോ ട്രൈക്കോംസ് ഹെയർസ്, റൂട്ട് ഹെയർസുകളാണ് ഈ പറയുന്ന എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ സെൽസുകൾ കാണിക്കുന്നത്. അവരെങ്ങനെയാണ് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള, കോമ്പാക്ട്ലി പാക്ഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ എങ്ങനെയാണ് കണ്ടിന്യൂസ് ലെയേർഡ് ആണ്. മെയ്ഡ് അപ്പ് ഓഫ് പാരൻകൈമയാണ്. പാരൻകൈമാറ്റിക് സെൽസുകൾ വെച്ചിട്ട് വളരെ കുറച്ച് എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം, വലിയൊരു വാക്യൂളുമാണ് ഇവരുടെ സവിശേഷതകൾ. ഇനി നോക്കിക്കേ, അടുത്തത് എന്താ നമ്മൾ നോക്കിയേ, ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ പേര് കേട്ടല്ലേ, ഹി ഈസ് ദ ക്യൂട്ടിക്കൽ. ക്യൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ എപ്പിഡെർമിസിന്റെ പുറത്ത് കാണപ്പെടുന്ന, ഔട്ട്സൈഡിൽ കാണപ്പെടുന്ന ഒരു കവറിംഗ് ഉണ്ട്. അവരെന്ന് പറഞ്ഞാൽ വളരെ തിക്ക് ആയിട്ടുള്ള വാക്സി ലെയേർഡ് ആണ്. അപ്പൊ എന്തിനു സഹായിക്കുന്നുണ്ട് അവര് പ്ലാന്റ്സുകളിൽ നിന്നും വാട്ടർ അധികം ലൂസ് ആവാതെ, റിഡ്യൂസ് ആവാതെ സഹായിക്കുന്ന ഒരാളാണ് ആര്, ക്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റൊമാറ്റ അല്ലെ. സ്റ്റൊമാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവര് മെയ്ഡ് അപ്പ് ഓഫ് ഗാഡ് സെൽസുകളാണ്. ബീൻ ഷേപ്ഡ് ഓർ ഡംബൽ ഷേപ്പ് ആയിരിക്കും. അവർക്ക് ഒരു ചെറിയൊരു പോറുണ്ട്. ആ പോറിലൂടെയാണ് എന്തൊക്കെ നടക്കുന്നത്, ഗ്യാസ് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്പിറേഷനും റെഗുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ സബ്സിഡറി സെൽസുകളും ഇവരിൽ കാണാൻ പറ്റും. അതായത് സബ്സിഡറി സെൽസ് ആർ ഓൾസോ അണ്ടർ ദി ടിഷ്യൂ, നമ്മുടെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ഈ സെൽസുകൾ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഷേപ്പിലും സൈസിലുമാണ് കാണപ്പെടുന്നത്. ആൻഡ് ഈ സബ്സിഡറി സെൽസും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമാറ്റൽ അപ്പേർച്ചറും ഗാർഡ് സെൽസും എല്ലാരും കൂടി ചേർന്നിട്ടാണ് ആരുണ്ടാവുന്നത്, നമ്മുടെ സ്റ്റൊമാറ്റൽ അപ്പാരറ്റർ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ആളെ നോക്കാം. അയാളാണ് ആര്, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇതോ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ഓക്കെ, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇവരും മെയ്ഡ് അപ്പ് ഓഫ് സിമ്പിൾ ടിഷ്യൂസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ എപ്പിഡെർമലിന്റെ കേസിലാണെങ്കിൽ ദേ ആർ ഓൺലി മെയ്ഡ് അപ്പ് ഓഫ് ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ പാരൻകൈമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. പക്ഷേ ഇവരെ സംബന്ധിച്ച് കൂടെ കോളൻ ഗൈമയും സ്ക്ലീറൻ ഗൈമയും ഒക്കെ ആരിലുണ്ടാവും, ഈ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ ഉണ്ടാവും. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം നമ്മുടെ പാരൻകൈമ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാർ വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ കോളൻ കൈമ എന്ന് പറയുമ്പോൾ എങ്ങനെയാടാ, കുറച്ചും കൂടെ കട്ടിയായിട്ടുള്ള, ഇങ്ങനെ വളരെ ഇതായിട്ട് പാക്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ആര്, കോളൻ കൈമ എന്ന് പറയുന്നത്. ഇനി സ്ക്ലീറൻ കൈമ എങ്ങനെയാണ്, സ്ക്ലീറൻ കൈമ കുറച്ചും കൂടെ കോമ്പാക്ട്ലി ഇങ്ങനെ പാക്ഡ് ആയിട്ട് ഇത്തിരി ഇവര് ഡെഡ് സെൽസുകളാണ് അല്ലെ. ബാക്കി രണ്ടുപേരും എങ്ങനെ ലിവിങ് സെൽസുകളാണ്. അപ്പൊ ഇവർക്ക് അത്രയും കട്ടി ഉണ്ടാവും. ഇവരുടെ കേസിൽ കട്ടി വളരെ കുറവായിരിക്കും. അപ്പോ ഇത്തരത്തിലുള്ള 3 സെൽസുകൾ വെച്ചിട്ട്, സിമ്പിൾ ടിഷ്യൂസുകൾ വെച്ചിട്ടാണ് ആരുണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിനെ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ടിഷ്യൂസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് അല്ലെ. ഒരുപാട് സെൽസുകൾ ചേരുമ്പോഴാണ് ഒരു ടിഷ്യൂ, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസുകളാണ് എന്താവുന്നത്, സെയിം ടൈപ്പ് സെല്ല്. അവരുടെ ഫംഗ്ഷൻസുകളൊക്കെ ഒരുമിച്ച് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആര്, ടിഷ്യൂസ്. ഇപ്പൊ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ അത് 3 ടൈപ്പ് ടിഷ്യൂ സിസ്റ്റം ആണ് ഉള്ളത്. അതിലെ ഫസ്റ്റ് ടൈപ്പ് നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഡിസ്കസ് ചെയ്തു. നൗ വി ആർ അണ്ടർ ആരിലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരിൽ ആരൊക്കെയുണ്ട്, പാരൻകൈമയുണ്ട്, കോളൻ കൈമയുണ്ട്, സ്ക്ലീറൻ കൈമയുണ്ട് അല്ലെ. ഈ മൂന്ന് സിമ്പിൾ ടിഷ്യൂസുകൾ അല്ലെങ്കിൽ 3 സിമ്പിൾ സെൽസുകളും വെച്ചിട്ടാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, പാരൻകൈമ യൂഷ്വലി സീൻ ഇൻ കോർട്ടെക്സ്, പെരിസൈക്കിൾ, പിത്ത്, മെഡുലറി റേ ആൻഡ് പ്രൈമറി സ്റ്റെം ആൻഡ് പ്രൈമറി റൂട്ട് അല്ലെ. പാരൻകൈമ എവിടെ, അതായത് ഒരു പ്ലാന്റില് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്ന ആൾക്കാരാണ് ആര്, നമ്മുടെ പ്രൈമറി സ്റ്റെം, പ്രൈമറി റൂട്ട്, അതുപോലെ മെഡുലറി റേസ്, കോർട്ടെക്സ്, പെരിസൈക്കിൾ, പിത്ത്. ഇവരെല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, പാരൻകൈമ വെച്ചിട്ടാണ്. ഓക്കെ, ഇവരെല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്നത് പാരൻകൈമാസ് വെച്ചിട്ടാണ്. അതേസമയം നമ്മുടെ ലീഫ് നോക്കിക്കേ. ലീഫ് എന്ന് പറയുമ്പോൾ ദേ ആർ തിൻ വോൾഡ് ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് സെൽസ് കോൾഡ് മീസോഫിൽ വെച്ചിട്ടുമായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സുകളിൽ പല ടൈപ്പ്, അപ്പൊ അനാട്ടമി മോർഫോളജി നോക്കിയപ്പോൾ ഒരു കുന്ന് കാര്യങ്ങൾ പഠിക്കേണ്ടായി. അനാട്ടമി നോക്കിയപ്പോൾ അതിലും കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെ. അപ്പോൾ ഒന്നുമല്ല, ഇറ്റ്സ് റിയലി സിമ്പിൾ എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് യു ഹാവ് ടു സ്റ്റഡി വെൽ. ഓക്കെ,
നമ്മളൊരു നമ്മുടെ ടിഷ്യൂ എടുത്ത് നോക്കുമ്പോൾ, നമ്മുടെ പ്ലാന്റ് ടിഷ്യൂ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു പുറം ഭാഗക്കാരായിട്ടുള്ള ഒരു കോർട്ടെക്സ് ഭാഗം കാണും. കോർട്ടെക്സ്, ഓക്കെ. നമ്മുടെ നെഫ്രോണിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഔട്ടർ കോർട്ടെക്സ്, ഇന്നർ മെഡുല. അതുപോലെ ഇവിടെ ഒരു ഔട്ടർ കോർട്ടെക്സും ഉണ്ട്, അതുപോലെ ഒരു മെഡുലയും ഉണ്ട്. ഈ കോർട്ടെക്സ് പുറം ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് പാരൻകൈമ സെൽസ് വെച്ചിട്ടാണ് പൊതുവെ കാണുന്നത്. പിന്നെ നമ്മുടെ പ്ലാന്റ്സുകളിലുള്ള പെരിസൈക്കിള്, ഉള്ളിലുള്ള പിത്ത്, മെഡുലറി റേയില്, പിന്നെ പ്രൈമറി ആയിട്ടുള്ള സ്റ്റെംസ്, പ്രൈമറി ആയിട്ടുള്ള റൂട്ട്സിലൊക്കെ ആരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മുടെ പാരൻകൈമകളായിരിക്കും. അതായത് ഈ കുഞ്ഞുങ്ങള്, ഇപ്പൊ നമ്മുടെ ഗ്രോത്തിലൊക്കെ പഠിച്ചിട്ടില്ലേടാ എന്ന് പറയുന്നത് പോലെ, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോ എന്താ, നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അല്ലെ നമ്മുടെ ബോഡി എന്ന് പറയുന്ന പോലെ, വളരെ സോഫ്റ്റ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള പാരൻകൈമാസ് വെച്ചിട്ടായിരിക്കും പ്രൈമറി റൂട്ടും സ്റ്റെം ഒക്കെ കാണുന്നത്. അതായത് തളിർത്തണ്ടും കുഞ്ഞു ചെടികളുടെ ഒക്കെ റൂട്ട്സും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോ അതേസമയം നമ്മുടെ ലീവ്സ് നോക്കുകയാണെങ്കിലോ, ലീവ്സുകൾ ആർ മെയ്ഡ് അപ്പ് ഓഫ് തിൻ വോൾ ക്ലോറോപ്ലാസ്റ്റുകളായിട്ടുള്ള വിച്ച് ഈസ് കണ്ടെയ്നിങ് ആരാണ്? മീസോഫിൽസുകൾ. മീസോഫില്ല് വെച്ചിട്ടാണ് ആരുണ്ടാക്കിയിരിക്കുന്നത്? ലീഫുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് സിമ്പിൾ ടിഷ്യൂസ് ആണ്. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, ഇങ്ങനെ 3 പേര് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ പാരൻകൈമയും കോളൻകൈമ എങ്ങനെയാണ്? ദേ ആർ ലിവിങ് ടിഷ്യൂസുകളാണ്. സ്ക്ലീറൻകൈമ എങ്ങനെയാ? ഡെഡ് ടിഷ്യൂസുകളാണ് അല്ലെ, സെൽസുകളാണ്. നിങ്ങൾ ഇതൊക്കെ 10th പഠിച്ചിട്ടുണ്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ അതൊന്ന് ഓർത്താൽ മതി. 9th നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ പാരൻകൈമ യൂഷ്വലി എവിടേക്കാണ് കാണുന്നത്? പുറം ഭാഗമുള്ള കോർട്ടെക്സിൽ കാണുന്നു, മിഡിലറി റേയിൽ കാണുന്നു, പിത്തില് കാണുന്നു. അതുപോലെ നല്ല പുതിയ, അതായത് പ്രൈമറി ആയിട്ടുള്ള റൂട്ട്സുകളിലും സ്റ്റെമ്മിലും നമ്മൾ ആരെ കാണുന്നുണ്ട്? നമ്മുടെ പാരൻകൈമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ. പിന്നെ പെരിസൈക്കിളിലും ആരെ കാണുന്നുണ്ട്? പാരൻകൈമ സെൽസുകളെ കാണുന്നുണ്ട്. ഇനി നമ്മൾ ലീഫിന്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ ലീഫിൽ ആരുണ്ടാവുന്നേ? ലീഫിന്റെ കേസിലാണെങ്കിൽ വളരെ തിൻ വോൾഡ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റില് ആര് കാണും? മീസോഫില്ലുകൾ കാണും. മീസോഫിൽ അഥവാ മീസോഫൈൽസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആരുടെ കേസ്? നമ്മുടെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം നിങ്ങൾ നോക്കിക്കേ. ഓൾ ദ ടിഷ്യൂസ് എക്സെപ്റ്റ് എപ്പിഡെർമിസ്, വാസ്കുലർ ബണ്ടിൽ എല്ലാവരും എന്താണ്? ഗ്രൗണ്ട് ടിഷ്യൂ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എപ്പിഡെർമിസും അതുപോലെ തന്നെ വാസ്കുലർ ബണ്ടിൽസും. അതായത് ഈ ഒരു പാട്ട് പഠിക്കുമ്പോൾ ഫ്രണ്ടിലെ ആദ്യത്തെ ആളായിട്ടുള്ള എപ്പിഡെർമിസിന്, രണ്ടാമത്തെ ആളുടെ വാസ്കുലർ ബണ്ടിൽസിനെ നമ്മൾ പറയോ? ഇല്ല. അപ്പൊ അവർ രണ്ടുപേരും ഒഴിച്ച് ബാക്കി എല്ലാവരും എന്ത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മുടെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് സിമ്പിൾ ടിഷ്യൂസ് സച്ച് ആസ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. സിമ്പിൾ ടിഷ്യൂസുകളായിട്ടുള്ള പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ വെച്ചിട്ടാണ് ആരുണ്ടാക്കിയിരിക്കുന്നത്? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പാരൻകൈമാറ്റീഷ്യസ് സെൽസ് ആർ യൂഷ്വലി പ്രസന്റ് ഇൻ എവിടേക്കാണ്? കോർട്ടെക്സ്, പെരിസൈക്കിൾ, പിത്ത്, മെഡുലറി റേ ആൻഡ് പ്രൈമറി സ്റ്റെം ആൻഡ് റൂട്ട്. ഓക്കെ, അവിടേക്കാണ് കാണുന്നത്. ഗ്രൗണ്ട് ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ്, ഗ്രൗണ്ട് ടിഷ്യൂ എങ്ങനെയാണ്? വളരെ തിൻ വോൾഡ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് സെൽസ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എന്താണ്? മീസോഫിൽ. ആരുടെ കേസില്? നമ്മുടെ ഇലകളുടെ കേസിൽ. ഓക്കെ, അപ്പൊ അത്രയുമാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്ത ആളാണ് ആര്? നമ്മുടെ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. ദ മെയിൻ തിങ് ആരാണ്? നമ്മുടെ കണ്ടക്ടേഴ്സുകൾ അല്ലെ, കണ്ടക്ടിങ് ടിഷ്യൂ സിസ്റ്റം ആണ്. അപ്പൊ നമുക്ക് അവരെ നോക്കാം ഇനി. ഓക്കെ മക്കളെ, അപ്പൊ ഇതാ നമ്മുടെ അടുത്ത ടിഷ്യൂ സിസ്റ്റം ആയിട്ടുള്ള വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം നോക്കിക്കേ നമ്മള് നേരത്തെ നോക്കിയപ്പോ ആദ്യത്തെ ആൾ ആരായിരുന്നു? നമ്മുടെ നോക്കിക്കേ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് നമ്മുടെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ആണ് അല്ലെ. നോക്കിയേ, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെ കേസിൽ അവിടെ എന്ത് ടൈപ്പ് സെൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? സിമ്പിൾ ആയിട്ടുള്ള പാരൻകൈമ ആയിരുന്നു അല്ലെ. അതേസമയം നമ്മളുടെ സെക്കൻഡ് ആളായിട്ടുള്ള ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എങ്ങനെയായിരുന്നു? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തില് നമ്മൾ ആരെയാ കണ്ടത്? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തില് സിമ്പിൾ സെൽസുകൾ വെച്ച് തന്നെയായിരുന്നു. പക്ഷെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായി? പാരൻകൈമ ഉണ്ടായി, കോളൻകൈമ ഉണ്ടായി ആൻഡ് സ്ക്ലീറൻകൈമ ഉണ്ടായി അല്ലെ. പക്ഷേ നമ്മുടെ
ആരാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാസ്കുലർ ബണ്ടിൽ ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ കണ്ടക്റ്റിംഗ് ടിഷ്യൂ സിസ്റ്റത്തിന്റെ കേസിലാണെങ്കിൽ അങ്ങനെയല്ല, അവരുണ്ടാക്കിയിരിക്കുന്നത് കോംപ്ലെക്സ് ടിഷ്യൂ സിസ്റ്റം ആണ്. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് കോംപ്ലെക്സ് ടിഷ്യൂസ് ആൻഡ് അവരാണ് ആര്? സൈലവും ഫ്ലോയവും. സൈലം ആൻഡ് ഫ്ലോയം. സൈലം എന്തിനാ സഹായിക്കുന്നേ? സൈലം നമ്മുടെ പ്ലാന്റില് നമുക്കറിയാം അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കണ്ടക്ടേഴ്സ്, കണ്ടക്ഷൻ ആണല്ലോ ഇവർ ചെയ്യുന്നത്. അപ്പോ ഒരു മിനിറ്റ്. അപ്പൊ നമ്മുടെ പ്ലാന്റില് നമുക്ക് മെയിൻ ആയിട്ട് പ്ലാന്റ്സുകൾക്ക് എന്താ വേണ്ടേ? ഒന്ന് വെള്ളം വേണം അല്ലെ, ഒന്ന് വാട്ടർ വേണം. ആ വാട്ടർ ആര് കൊടുക്കുന്നു? റൂട്ട് വഴി റൂട്ട് അബ്സോർബ് ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുന്നുണ്ട് അല്ലെ. ഈ എല്ലാവരിലേക്ക് എത്തിക്കാൻ ഈ പ്ലാന്റ്സുകളുടെ ഇടയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എന്താണ് സ്ട്രക്ചർ ഉണ്ട്. പലതരത്തിലുള്ള പല ടിഷ്യൂസുകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സൈലമാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ കണ്ടക്ട് ചെയ്യുന്നത്. അതേസമയം ഫ്ലോയം അപ്പൊ എന്ത് ചെയ്യും? ഫ്ലോയം നമ്മുടെ ലീവ്സുകൾ ഉണ്ടാക്കുന്ന, ഇവിടെ നമ്മുടെ ലീഫ് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനെ, ലീവ്സുകൾ ഉണ്ടാക്കുന്ന ആ ഫുഡ് ഇല്ലേ, റിസർവ്ഡ് ഫുഡ്, ആ ഫുഡ് മറ്റ് പ്ലാന്റ്സുകളുടെ മറ്റ് ഭാഗത്തേക്ക് എത്തിക്കുന്ന ഫുഡ് കണ്ടക്ടർ ആണ് ആര്? നമ്മുടെ ഫ്ലോയം എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലോയം എന്താ ചെയ്യുന്നത്? ഫുഡ് എത്തിച്ചു കൊടുക്കും. സൈലം വെള്ളം എത്തിച്ചു കൊടുക്കുമ്പോൾ ഫ്ലോയം ഫുഡ് എത്തിച്ചു കൊടുക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോ ഈ രണ്ടാൾക്കാർ ചേർന്ന്, നമ്മുടെ സൈലവും ഫ്ലോയവും ചേർന്നിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? കോംപ്ലെക്സ് ടിഷ്യൂസുകളായിട്ടുള്ള സൈലം ആൻഡ് ഫ്ലോയം. സൈലം വിച്ച് ഈസ് ഹെൽപ്സ് ഇൻ for എന്തിനാണ്? വാട്ടർ കണ്ടക്ഷൻ, ആൻഡ് ഫ്ലോയം വിച്ച് ഈസ് ഹെൽപ്സ് ഇൻ ദ ഫുഡ് കണ്ടക്ഷൻ. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇവരെ വേറൊരു പേര് വിളിച്ചത്. ഏത്? കണ്ടക്ഷൻ ടിഷ്യൂ സിസ്റ്റം എന്ന് വിളിച്ചത്. കണ്ടക്ഷൻ ടിഷ്യൂ സിസ്റ്റം എന്ന് നമ്മൾ വിളിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അതോ നോക്കിക്കേ, ഈ സൈലവും ഫ്ലോയവും കൂടി ചേരുമ്പോഴാണ് ആരുണ്ടാവുന്നത്? സൈലവും ഫ്ലോയവും കൂടി ചേരുമ്പോൾ വാസ്കുലർ ബണ്ടിൽസുകൾ ഉണ്ടാവുന്നു. വാസ്കുലർ bundles. Okay, vascular bundles. So vascular bundles are made up of എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സൈലം ആൻഡ് ഫ്ലോയം. സൈലം എന്ത് ചെയ്യുന്നു? സൈലം വാട്ടർ എത്തിക്കുന്നു ബോഡിയിലേക്ക്, ആരുടെ? പ്ലാന്റ് ബോഡിയിലേക്ക്. ഫ്ലോയം എന്തെത്തിക്കുന്നു? ഫുഡ് എത്തിക്കുന്നു. ആരിലേക്ക്? പ്ലാന്റ്സിന്റെ വിവിധ ഭാഗങ്ങളിൽ. എവിടെ നിന്നും? ലീവ്സുകളിൽ നിന്നും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നമ്മളുടെ ഇവരുടെ ഒരു ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഇവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഡെഫിനിഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ, ഡീറ്റെയിൽ മീൻസ് ഒരു കുറച്ച് കാര്യങ്ങളുള്ളൂ, ആ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് ഈ വാസ്കുലർ ബണ്ടിൽ സിസ്റ്റം നിങ്ങൾക്ക് ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് നിങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ ഡൈക്കോട്ടിലിഡൻ സീഡ്സ്, ഡൈക്കോട്ടിലിഡൻ മോണോകോട്ടിലിഡൻ സീഡ്സ്, അതുപോലെ ഡൈക്കോട്ടിലിഡൻ സ്റ്റെം, മോണോകോട്ടിലിഡൻ സ്റ്റെം, ഡൈക്കോട്ടിലിഡൻ റൂട്ട്, മോണോകോട്ടിലിഡൻ റൂട്ട്, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ മെയിൻ ആയിട്ട് ബേസിക് ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽ സിസ്റ്റം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് പോയാലോ? ഇങ്ങോട്ടേക്ക് നോക്കിക്കേടാ. നമ്മുടെ അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. എന്താണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? കോംപ്ലെക്സ് ടിഷ്യൂസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കോംപ്ലെക്സ് ടിഷ്യൂസിന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം. സൈലം ഫ്ലോയത്തിന് നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? വാസ്കുലർ ബണ്ടിൽസുകൾ എന്ന് വിളിക്കുന്നത്. ഇനി നോക്കിക്കേ, അടുത്തൊരാളാണ് അല്ലെ, ആര്? ക്യാമ്പിയം. എന്താണ്? ക്യാമ്പിയം. ക്യാമ്പിയം എന്ന് പറഞ്ഞാല് അത് ഒരു വിഭാഗം പ്ലാന്റ്സുകളിൽ മാത്രമേ, അതായത് ഒരു വിഭാഗങ്ങളുടെ പ്ലാന്റ്സുകളുടെ എവിടെ മാത്രമേ കാണുള്ളൂ? സ്റ്റെമ്മില്. നമ്മുടെ ഡൈക്കോട്ടിലിഡൻ സ്റ്റെം ഇല്ലേ, ഡൈക്കോട്ടിലിഡൻ സ്റ്റെം, ഡൈക്കോട്ടിലിഡൻ സ്റ്റെം. ഓക്കെ, ഈ ഡൈക്കോട്ടിലിഡൻ സ്റ്റെമ്മിന്റെ കേസിലാണെങ്കിൽ അവിടെ ആരൊക്കെയുണ്ട്? സൈലോം ഉണ്ട്, ഫ്ലോയം ഉണ്ട്. ആരൊക്കെയുണ്ട്? സൈലോം ഉണ്ട്, ഫ്ലോയം ഉണ്ട്. പക്ഷേ ഈ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിലായിട്ട് ഒരു വ്യക്തി വന്നിരിക്കും. അദ്ദേഹമാണ് ആര്? ഈ പറയുന്ന ക്യാമ്പിയം എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, ഇത് നമ്മുടെ
എല്ലാം പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ സെൽസുകൾ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ ഇച്ചിരി വലുത് വരക്കുവാണ്, ഇപ്പൊ വേഗം തീരുമല്ലോ. നമ്മുടെ മഴത്തുള്ളി പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇവര്. ഓക്കെ, ഇവരിവിടെ ഉണ്ട് അല്ലേ? ഇവരാണ് ആര്? സൈലം. ആരാണ്? സൈലം. ഓക്കെ, ഇവര് സൈലം. ഇവര് ഈ ഒരു ഭാഗമാണ് ആര്? ഫ്ലോയം. ഓക്കെ, ഈ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ ഒരു ആശാൻ ഇരിപ്പുണ്ട്. ആരുടെ കേസിലാണെങ്കിൽ? നമ്മുടെ ഡൈക്കോട്ടിലിഡൻ സ്റ്റെമ്മുകളുടെ കേസിലാണെങ്കിൽ നമ്മുടെ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ ആരിപ്പുണ്ട്? ആരാണ്? കാമ്പിയം. ആരാണ്? കാമ്പിയം. അവിടെ ക്യാമ്പ് അടിച്ച ഒരാൾ ഇരിപ്പുണ്ട്. ആൻഡ് ഹി ഈസ് ദ കാമ്പിയം. അപ്പോ ഡൈക്കോട്ടിലേഷ്യസ് ആയിട്ടുള്ള സ്റ്റെംസുകളിൽ എന്താണ് പ്രത്യേകത? അവർക്കൊരു കാമ്പിയം ഉണ്ട്. ദേ ആർ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയത്തിന്റെ ഇടയിലായിരിക്കും ഇരിക്കുക. ഓക്കെ, അപ്പോ ഇവരുടെ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ എബിലിറ്റി, ഇവർക്ക് ഇത്തരത്തിലുള്ള സ്റ്റെംസുകളുടെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തിനുള്ള കഴിവുണ്ട്? ദേ ഹാവ് ദ എബിലിറ്റി ടു ഫോം സെക്കൻഡറി സൈലം ആൻഡ് ഫ്ലോയം. അതായത് ഇതിപ്പോ പ്രൈമറി സൈലം, പ്രൈമറി ഫ്ലോയം ആണ്. ഇവിടെ നിന്ന് പിന്നെയും ഡിവിഷൻസ് നടത്തിയിട്ട് സെക്കൻഡറി സൈലത്തിനെയും സെക്കൻഡറി ഫ്ലോയത്തിനെയും ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ കാമ്പിയത്തിന് ഉണ്ട്. ഏത് ചെടികൾക്കാണ്? ഡൈക്കോട്ടിലിഡൻ സ്റ്റെംസുകളുടെ കേസിലാണ്. ഓക്കെ, അപ്പോ അതുകൊണ്ടിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ബണ്ടിൽസുകളാ വിളിക്കണമെന്ന് അറിയോ? ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ. എന്താണ്? ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ. ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പൺ വാസ്കുലാർ ബണ്ടില് ഡൈക്കോട്ടിലിഡന്റെ കേസിലാണെങ്കിൽ മോണോകോട്ടിലിഡൻ സ്റ്റെംസുകളുടെ കേസിൽ എന്തായിരിക്കും? നേരെ തിരിച്ചായിരിക്കും. എന്താ സംഭവം? ഇവിടെ ഇങ്ങനത്തെ ഒരു കാമ്പിയം എന്ന് പറഞ്ഞ ആളെ അവിടെ ഉണ്ടാവത്തില്ല അല്ലെ? ജസ്റ്റ് എന്താണ്? നമ്മുടെ സൈലം ഫ്ലോയോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റെം എവിടെയാണ് കാണുന്നത്? ഇത്തരത്തിലുള്ള സ്റ്റെംസുകൾ കാണുന്നത് മോണോകോട്ടിലിഡൻ. പോയി ഒരു മിനിറ്റ്. മോണോകോട്ടിലിഡൻ സ്റ്റെമ്മിലായിരിക്കും ഇവര് കാണാം. മോണോകോട്ടിലിഡൻ സ്റ്റെം. ഓക്കെ, മോണോകോട്ടിലിഡൻ സ്റ്റെംസിലാണ് ആര് കാണുന്നത്? അല്ലെങ്കിൽ മോണോകോട്ടിലിഡൻ സ്റ്റെംസിലാണ് എന്ത് കാണുന്നത്? കാമ്പിയം കാണാതെ, കാമ്പിയം ആബ്സെന്റ് ആയിട്ട് ഇരിക്കുന്നത്. ദീസ് വാസ്കുലർ ബണ്ടിൽസ് ഹാവ് നോ കാമ്പിയം പ്രസന്റഡ് ആയിരിക്കില്ല. ഹെൻസ് ദേ സിൻസ് ഡു നോട്ട് ഹാവ് എന്തില്ല? അവർക്ക് സെക്കൻഡറി സൈലമോ സെക്കൻഡറി ഫ്ലോയമോ ഉണ്ടാക്കാൻ പറ്റില്ല. സോ വി ക്യാൻ കോൾ ദം ആസ് എന്താണ്? ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ. ക്ലോസ്ഡ് ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽസുകളായിരിക്കും. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ? കാമ്പിയത്തിന്റെ കേസിൽ ഡൈക്കോട്ടിലിഡൻ സ്റ്റെംസുകൾ ഒരു മിനിറ്റ്. കാമ്പിയത്തിന്റെ കേസിലാണെങ്കിൽ ഡൈക്കോട്ടിലിഡൻ സ്റ്റെമ്മുകളുടെ കേസിൽ ഡൈക്കോട്ടിലിഡനിലാണെങ്കിൽ എന്താണ് പ്രത്യേകത? ഡൈക്കോട്ടിലിഡനിലാണെങ്കിൽ അവിടെ കാമ്പിയം ഉണ്ടാകും. കാമ്പിയം വിൽ ബി ദർ. ഓക്കെ, കാമ്പിയം ഉണ്ടാവും. ഈ കാമ്പിയം ഉള്ളത് കൊണ്ട് അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? സെക്കൻഡറി ഫ്ലോയും സൈലവും ഉണ്ടാവും. സെക്കൻഡറി ഫ്ലോയം ആൻഡ് സൈലം അവിടെ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടിട്ട് നമുക്ക് ഇവർ ഏത് ടൈപ്പ് വാസ്കുലർ ബണ്ടിൽ എന്ന് വിളിക്കാം? ഓപ്പൺ ടൈപ്പ് എന്ന് നമുക്ക് വിളിക്കാം. പക്ഷേ നമ്മുടെ മോണോകോട്ടിലിഡന്റെ കേസിലാണെങ്കിലോ? മോണോകോട്ടിലിഡൻ സ്റ്റെമ്മിന്റെ കേസിലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അവിടെ നമ്മുടെ കാമ്പിയം പ്രസന്റ് ആയിരിക്കൂല. കാമ്പിയം പ്രസന്റ് ആവാത്തത് കൊണ്ട് തന്നെ എന്താണ്? സൈലം ഫ്ലോയത്തിന്റെ സെക്കൻഡറി ഗ്രോത്ത് അവിടെ കാണുന്നില്ല. ആസ് യൂഷ്വൽ നമുക്ക് എന്ത് പറയാം? ദേ ആർ എന്താണ്? ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽസുകളാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ പറയുന്ന സൈലം ഫ്ലോയും ഇല്ലേ, അവർക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. ഓക്കെ, ഒരു പ്രത്യേക തരത്തിലുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. ഈ സൈലം ഫ്ലോയോ ഒരു വാസ്കുലർ ബണ്ടിലിൽ തന്നെ ഓൾട്ടർനേറ്റീവ് മാനറിലായിട്ട് ഇരിക്കുവാണ്. കണ്ടോ? ഓക്കെ,
ഓൾട്ടർനേറ്റീവ് എന്താണ് ഇതിലിരിക്കുവാണെങ്കിൽ, ഇതിപ്പോ നമ്മുടെ ഫ്ലോയംകാരാണ്, ഇവരൊക്കെ ഫ്ലോയംസ് ആണ്. ഇപ്പൊ ഒരു ഫ്ലോയം കഴിഞ്ഞു, അപ്പൊ ഇതാര സൈലം, ഫ്ലോയം സൈലം, ഫ്ലോയം സൈലം. ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് മാനറിൽ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഡിയൽ എന്ന് വിളിക്കുന്നത്. റേഡിയൽ ആയിട്ടുള്ളവരായിരിക്കും, ഇവരുടെ റൂട്ട്സിലാണ് പൊതുവെ കാണുന്നത്. അതേസമയം കൺജോയിന്റഡ് ആണെങ്കിൽ, കൺജോയിന്റഡ് ആണെന്ന് പറയുന്നത് എന്താണ്? ഈ വാസ്കുലർ ബണ്ടിൽസുകളുടെ സൈലവും ഫ്ലോയവും ജോയിന്റ്ലി സെയിം റേഡിയസിലായിരിക്കും കാണപ്പെടുക. സെയിം റേഡിയസ്, അതായത് ഇതിപ്പോ എന്താ, ഇച്ചിരി കയറി ഇവരിറങ്ങിയാണല്ലോ ഇരിക്കുന്നത്. പക്ഷെ മറിച്ച് ഇവരെല്ലാരും ഇങ്ങനെ ഒരേ റേഡിയൽ, ഒന്നെങ്കിൽ ഫ്ലോയംകാരൊന്ന് പൊക്കത്തോട്ട് കയറി, അല്ലെങ്കിൽ സൈലംകാരൊന്ന് പുറകിലോട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരേ റേഡിയസിൽ കാണുന്ന എന്താണ്, ഒരേ റേഡിയസിൽ കാണുന്ന വാസ്കുലർ ബണ്ടിൽസുകളാണ് എന്ത്? കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽസുകൾ എന്ന് നമ്മൾ വിളിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ പടം കൊടുത്തിട്ടുണ്ട്. അതിൽ എ എന്താണ്? റേഡിയൽ ആണ് അല്ലെ? എ എന്താണ്? റേഡിയൽ ആണ്. റേഡിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഇൻസേർട്ട്. ഓക്കെ, നമ്മുടെ വാസ്കുലർ ബണ്ടിലില് ഫ്ലോയം, ഓക്കെ, ഫ്ലോയം, ഓക്കെ മതി. ഫ്ലോയങ്ങള് എന്താണ്? പെരിഫറൽ പാർട്ടിലാണ് ഫ്ലോയംസ് ഇരിക്കുന്നത് അല്ലെ? അതേസമയം നമ്മുടെ സൈലം കുറച്ച് അകത്തോട്ട് കയറിയിട്ടാണ് സൈലം പ്രസന്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഫ്ലോയം നോക്കിക്കേ, ഫ്ലോയം ഈ റേഡിയസിലും സൈലം ഈ റേഡിയസിലാണ് ഇരിക്കുന്നത്. ഇത്തരത്തിലുള്ള വാസ്കുലർ ബണ്ടിൽ അറേഞ്ച്മെന്റ്സുകളാണ് ആര്? റേഡിയൽ എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ അതേസമയം നമ്മുടെ ഇവര് എവിടെ? ഇൻസേർട്ട്. ഓക്കെ, ഇവരുടെ കേസിലാണെങ്കിൽ, അതായത് ആര്? കൺജോയിന്റിന്റെ കേസിലാണെങ്കിൽ ഒന്നുകിൽ ഫ്ലോയോ സൈലോ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇവർ രണ്ടു കൂട്ടരും ഒരൊറ്റ റേഡിയസിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ അയ്യോ ഇപ്പതോ അകത്തോട്ടിരിക്കാന്ന് വെച്ചോ, ഫ്ലോയം സൈലം, ഫ്ലോയം സൈലം, ഫ്ലോയം സൈലം, മൂന്നെണ്ണായിപ്പോൾ അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. നോക്കിക്കേ, ഇങ്ങനെ അകത്തോട്ടിരിക്കുന്ന, അപ്പോൾ ഇവിടെ എന്താണ്? ഒരേ റേഡിയസിലാണല്ലോ ഇവർ കാണുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് ഏതാണ്? കൺജോയിന്റ്. എന്താണ്? കൺജോയിന്റ് ആയിട്ടുള്ള ആരാണ്? കൺജോയിന്റ് ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽസുകളായിരിക്കും ഇവര്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ഏതാ? റേഡിയൽ ആണ്. ഇനി നോക്കിക്കേ, രണ്ടാമത്തെ ഫിഗർ എന്താണ്? സൈലോം ഫ്ലോയോ മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതാ അത്? ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ. കാമ്പിയം അവിടെ ഇല്ല. മൂന്നാമത്തെ ആളായ കാമ്പിയം ഉള്ളത് കൊണ്ട് നമുക്ക് അവരെ എന്ത് വിളിക്കാം? ഓപ്പൺഡ് വാസ്കുലർ ബണ്ടിലാണ് അല്ലെ? ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്താണ് വാസ്കുലർ ബണ്ടിൽ അറേഞ്ച്മെന്റ്സുകളാണ് ആരിൽ ഉണ്ടാവുക? നമ്മുടെ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റംസ് കാണിക്കുക. ഓക്കെ, അപ്പോൾ സച്ച് വാസ്കുലർ ബണ്ടിൽസ് കോമൺ ഇൻ സ്റ്റെംസ് ആൻഡ് ലീവ്സ്. ഇത്തരത്തിലുള്ള വാസ്കുലർ ബണ്ടിൽസുകൾ എല്ലായിടത്തും കോമൺ ആണ്. ആൻഡ് യൂഷ്വലി വി ഹാവ് ഫ്ലോയം ലൊക്കേറ്റഡ് ഓൺ ഔട്ടർ സൈഡ് ഓഫ് ദ സൈലം. പൊതുവെ ഫ്ലോയം ആയിരിക്കും എപ്പോഴും പുറത്ത്, സൈലം എപ്പോഴും അകത്തായിരിക്കും. ഇത്രേ ഉള്ളൂ എന്താണ് വാസ്കുലർ ബണ്ടിൽസിനെ പറ്റി നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. നമ്മളപ്പോ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ആരെയായിരുന്നു? നമ്മുടെ ടിഷ്യൂ സിസ്റ്റത്തിനെ പറ്റിയിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കി. അതായിരുന്നു എന്ത്? പല ടൈപ്പ് ടിഷ്യൂസുകളുണ്ട്. ആ ടിഷ്യൂസുകള് ഓക്കെ, ആ ടിഷ്യൂസുകൾക്ക് പല ടൈപ്പ് ആൾക്കാരെ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുക. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? അവരുടെ സ്ട്രക്ചർ, ഫങ്ഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ, അവരുടെ സ്ട്രക്ചർ, ഫങ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തേ? ആദ്യത്തെ ടൈപ്പ് ആയിട്ടുള്ള എപ്പിഡെർമലിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലേ? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിനെ പറ്റി വി വർ ഡിസ്കസ്. അവരെന്താ? ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ they were providing പ്ലാന്റ്സ് എന്താണ്? പ്രൊട്ടക്ഷൻ നൽകുന്നു അല്ലെ? പ്രൊട്ടക്ഷൻ നൽകുന്നു. ആൻഡ് ഈ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഒരു ടിഷ്യൂ സിസ്റ്റം ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു കൂട്ടമോ സെൽസുകൾ വേണം അല്ലെ? അത്തരത്തിലുള്ള സെൽസുകളാണ് ആര്? എപ്പിഡെർമൽ സെൽസ്. എപ്പിഡെർമൽ സെൽസുകൾ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാന്റ്സുകളെ പാർട്സുകളാണ് ആര്? സ്റ്റൊമാറ്റ, ട്രൈക്കോംസ്, ഹെയർസ്, റൂട്ട് ഹെയർസുകൾ എന്ന് വിളിക്കുന്നത്. ഇവരുടെ മറ്റു സ്പെഷ്യാലിറ്റി എന്താണ്? ദേ ആർ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള, കോമ്പാക്ട്ലി പാക്ഡ് ആയിട്ടുള്ള, കുറച്ച് സൈറ്റോപ്ലാസം ഉള്ള
വലിയൊരു വാക്യൂളുള്ള ആളാണ് ആര്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ഓക്കെ, ഇനി ഇത് അടുത്തത് നോക്കിക്കേ. അടുത്തത് നമ്മൾ കണ്ടത് നമ്മുടെ ക്യൂട്ടിക്കിളിനെ പറ്റിയിട്ടായിരുന്നു അല്ലെ. ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എപ്പിഡെർമിസിന്റെയും പുറമെ വേറൊരു ലെയർ ഉണ്ട്, ഒരു തിക്കായിട്ടുള്ള വാക്സി ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ആരാണ്? ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ഹെൽപ്സ് ദ പ്ലാന്റ്സ് ടു എന്തിനാണ്? വാട്ടർ ലോസ് റിഡ്യൂസ് ചെയ്യാനാണ് അവരെ സഹായിക്കുന്നത്. ദെൻ ആദ്യത്തെ ആളാണ് ആര്? സ്റ്റൊമാറ്റ അല്ലെ. സ്റ്റൊമാറ്റ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എങ്ങനെയാണ്? സ്റ്റൊമാറ്റ ഉണ്ടാക്കിയിരിക്കുന്നത് എപ്പിഡെർമൽ സെൽസുകൾ വെച്ചിട്ടാണ്. അവരിൽ ആരൊക്കെയുണ്ട്? അവർക്ക് ഗാർഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബീൻ ഷേപ്ഡ് നല്ല ഡംബലുകൾ പോലെ ഇരിക്കുന്ന രണ്ട് സെൽസുകളുണ്ട്. ആൻഡ് അവർക്ക് ഒരു ചെറിയൊരു പോറുണ്ട്. ആ പോറിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്പിറേഷനും അതുപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കെ നടത്തുന്നത്. ആൻഡ് ഓൾസോ ഇവരുടെ നമ്മുടെ എപ്പിഡെർമൽ സെൽസുകൾ സബ്സിഡറി സെൽസുകളും ഉണ്ട്. ഇവരെങ്ങനെയാ? ഇവരൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഷേപ്പിലും സൈസിലും ഇരിക്കുന്ന ആൾക്കാരാണ് അവര് സബ്സിഡറി സെൽസുകൾ. ഈ സബ്സിഡറി സെല്ലും ഈ ഗാർഡ് സെൽസും അതുപോലെ തന്നെ സ്റ്റൊമാറ്റൽ അപ്പാരച്ചറും ഒക്കെ കൂടെ ചേർന്ന ഒരാളാണ് ആര്? സ്റ്റൊമാറ്റൽ അപ്പാരറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് കണ്ടു? പിന്നെ നമ്മൾ നമ്മുടെ സ്റ്റൊമാറ്റോ കഴിഞ്ഞു. പിന്നെ രണ്ടാൾക്കാരുണ്ടായി അല്ലെ, റൂട്ട് ഹെയറും ട്രൈക്കോംസും. റൂട്ട് ഹെയർസ് എന്തിനാ സഹായിക്കുന്നത്? ഓഫ് കോഴ്സ് എന്തിനാ? വെള്ളവും മിനറൽസുകളും വലിച്ചെടുക്കാൻ, വാട്ടർ ആൻഡ് മിനറൽ അബ്സോർപ്ഷന് വേണ്ടിയിട്ടാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള എപ്പിഡെർമൽ സെൽസുകൾ. പാരൻകൈമേഴ്സിനാണ് എല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? അത്തരത്തിലുള്ള സ്ട്രക്ചർ ആണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് ആര് കാണിക്കുന്നത്? റൂട്ട് ഹെയർസ് കാണിക്കുന്നത്. പോയോ? വന്നു. ഓക്കെ, ഇനി അടുത്ത ആളാണ് അല്ലെ ട്രൈക്കോംസുകൾ എന്ന് വിളിക്കുന്നത്. ട്രൈക്കോംസുകൾ ഇവർ രണ്ടുപേരെയും സംബന്ധിച്ച് ഇച്ചിരിയും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസുകൾ ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. സ്റ്റെംസുകളിലെ എപ്പിഡെർമൽ ഹെയർസുകൾ ആണ് ട്രൈക്കോംസുകൾ എന്ന് പറയുന്നത്. ഇവര് വളരെ സോഫ്റ്റ് ആൻഡ് സ്റ്റിഫ് ആയിരിക്കും. മൾട്ടി സെല്ലുലാർ, ഒന്നിൽ കൂടുതൽ സെൽസുകളുടെ ഓർഗനൈസേഷൻ കാണാൻ പറ്റും. ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? വാട്ടർ ലോസിനെ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഇവർ ആക്ടിങ് ആസ് എ സെക്രീറ്ററി തിങ്, ഒരു സെക്രീഷനെയാണ് ഇവർ സഹായിക്കുന്നത്. എന്തിനാ? വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു സെക്രീറ്ററി സെല്ലായിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. ആൻഡ് പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആണ് അല്ലെ. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുമ്പോൾ മേഡ് അപ്പ് ഓഫ് സിമ്പിൾ സെൽസ്. 3 ആൾക്കാരുണ്ട്, പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ഇവർ 3 പേരെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ പാരൻകൈമ യൂഷ്വലി കാണുന്നത് 3 പേരെ വെച്ച് ഉണ്ടാക്കി. പാരൻകൈമ കാണുന്ന ഏരിയ എവിടേക്കാ? കോർട്ടെക്സ് ഉണ്ട്, മെഡിലറി റേ ഉണ്ട്, പെരിസൈക്കിൾ ഉണ്ട്, പിച്ച് ഉണ്ട്, അതുപോലെ തന്നെ പ്രൈമറി സ്റ്റെം ആൻഡ് റൂട്ടില് കാണുന്നുണ്ട് അല്ലെ. പിന്നെ നമ്മുടെ ലീവ്സുകളുടെ കേസിലാണെങ്കിലോ, ലീവ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് തിൻ വോൾഡ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് which is containing a specialized cell known as ഏതാണ്? മീസോഫിൽ. മീസോഫിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞിങ്ങനെ മറ്റേ നമ്മുടെ ഇങ്ങനെ ഒരു കുഞ്ഞിങ്ങനെ ഇങ്ങനെ കുഞ്ഞിങ്ങനെ നീളത്തിൽ ഇങ്ങനെ പരന്നിട്ടിരിക്കുന്ന ഒരു ടൈപ്പ് സെല്ലാണ് കേട്ടോ മീസോഫിൽ. ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കിക്കേ, അടുത്തതാണല്ലേ നമ്മൾ പഠിച്ച വാസ്കുലർ ബണ്ടിൽ ടിഷ്യൂ സിസ്റ്റം. അതിൽ നമ്മൾ ആരെയൊക്കെ കണ്ടു? അവരുണ്ടാക്കിയിരിക്കുന്ന കോംപ്ലെക്സ് സെൽസുകൾ, കോംപ്ലെക്സ് ടിഷ്യൂസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. സൈലം ഉണ്ട്, ഫ്ലോയം ഉണ്ട്. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആകുമ്പോൾ എന്താവുന്നു? ഒരു വാസ്കുലർ ബണ്ടിൽ ആവുന്നു. അത് ഈ വാസ്കുലർ ബണ്ടിൽസുകൾ ഡൈക്കോട്ടിലിഡൻ സ്റ്റെമ്മിന്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും? ഒരേ റിമ്മിലായിരിക്കും, ഒരേ റേഡിയസിലാണെങ്കിൽ ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണെങ്കിൽ അവർ റേഡിയൽ ആയിരിക്കും. അതേസമയം ഒരേ റേഡിയസ് ആണെങ്കിൽ കൺജോയിന്റഡ് ആയിരിക്കും. ക്യാമ്പിയമുള്ള വാസ്കുലർ ബണ്ടിൽസുകൾ ആണെങ്കിൽ അവരെന്തായിരിക്കും? ഓപ്പൺഡ് ആയിരിക്കും. അതേസമയം ക്യാമ്പിയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവരെന്ത് വിളിക്കുന്നു? ക്ലോസ്ഡ് വിളിക്കുന്നു. കാരണം എന്താ? ഓപ്പണിന്റെ കേസ് നോക്കുവാണെങ്കിൽ അവിടെ സെക്കൻഡറി സ്റ്റെമ്മും റൂട്ടിനും എല്ലാം പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ മോണോകോട്ടിലിന്റെ കേസിൽ അങ്ങനെയില്ല. അപ്പൊ ഇത്രയുമാണ് വാസ്കുലർ ബണ്ടിൽ ടിഷ്യൂവിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഡൈക്കോട്ടിലിഡൻസിന്റെ മോണോകോട്ടിലിഡൻസിന്റെ പ്രോപ്പർ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് അനാട്ടമിയാണ് പഠിക്കാനുള്ളത്. അത് നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ബൈ ബൈ, ടാറ്റാ, താങ്ക് യു.